അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീർ ജാമ്യത്തിലിറങ്ങി എങ്കിലും അവന് കടുത്ത ദേഷ്യവും വിദ്വേഷവും പകവുമായിരുന്നു എല്ലാവരോടും. അത് ഉമ്മയോടടക്കം. അത് ഉമ്മയെ വിളിച്ചിട്ട് പറയുന്നു, അതേ നിങ്ങളെ പൊന്നാര മോനുണ്ടല്ലോ, നിങ്ങൾ എവിടെയാണ് അവനെ ഒളിപ്പിച്ചു വെച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ മര്യാദക്ക് പറഞ്ഞു തന്നോളി, അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ. ശരിക്കും തൻ്റെ മകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ജസീറിൻ്റെ ഉമ്മ ഞെട്ടിപ്പോയി. അതെ, ഇതുവരെയായിട്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും അവൻ പ്രയോഗിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഓരോന്നായിട്ട് പറയുന്നു. അതേ തള്ളേ, നിങ്ങളുടെ പുന്നാരം മോൻ എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളെയും അവനെയും എല്ലാത്തിനും കൂടി ഞാനുണ്ടല്ലോ കൂട്ടിയിട്ടങ്ങ് ചാമ്പലാക്കും. ജസീറെ, നീ എന്താണ് ഈ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നിനക്ക് എന്തിൻ്റെ കേടാ? നീ ജയിലിലായിരുന്നല്ലോ അല്ലേ? ഇനിയും നീ ജയിലിൽ കിടക്കണം, അതാണ് വേണ്ടത്. നിന്നെ പോലീസുകാർ തല്ലി ചതുക്കണം. അതിനൊന്നും കഴിവില്ല, കഴിവ് കെട്ടവന്മാർക്ക്. അതേ, എന്നെ കൂടുതൽ ഇളക്കാൻ നിൽക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് നേടുവോളം ജസീർ പൊരുത്തും. അതിലിപ്പോൾ ആരൊക്കെ തന്നെ എതിർത്താലും ശരി. എന്നാൽ അതുവരേക്കും ജസീറിനെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്ന ആ ഉമ്മ പെട്ടെന്ന് മകൻ്റെ സ്വഭാവം മാറിയതിൽ അവർക്കും ചെറിയൊരു ഭയം തോന്നി. അതെ, ജസീർ അടുത്തേക്ക് വരുമ്പോഴെല്ലാം വല്ലാത്തൊരു പേടി. എന്താ, നിങ്ങൾക്കും തന്നെ പേടിയുണ്ടോ? അതെ, ജയിലിൽ നിന്ന് ഞാൻ ഒരുപാട് ആളുകൾക്ക് പാരിതോഷികങ്ങൾ നൽകിയിട്ടാണ് വരുന്നത്, അവർക്കൊക്കെ വേണ്ടിയിട്ട്. അതിപ്പോൾ ജയിലിലായാലും പുറത്തായാലും എവിടെയായാലും ജസീറിൻ്റെ ജോലിയെടുക്കും. അത് എന്തൊക്കെ തന്നെയായാലും ശരി. നീ എന്തൊക്കെയാടെ ഈ പുലമ്പുന്നത്? നിനക്ക് വേറൊന്നും പറയാനില്ലേ? ജസീറിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ഒരിക്കലും നിങ്ങളെൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കിയില്ലേ? ആര് പറഞ്ഞു? നീ വേലക്കാരത്തിയെ അങ്ങനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അവരിവിടെ നിർത്തണോ ഞാൻ? അതെ തള്ളേ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ. അവൾ ഗർഭിണിയായിരുന്നു, അത് നിങ്ങൾക്കറിയില്ലല്ലോ. അവൾ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ മകനൊന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഓ, അപ്പം കരുതി കൂട്ടിക്കൊണ്ട് ആണ്. അതിനൊക്കെ പകരം ഞാൻ ചോദിക്കും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. ജസീർ ഇപ്പോൾ ഉമ്മയുടെ നേർക്കാണ്. അത് സഫീറിനെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞ് കളിയാക്കിയൊക്കെ വിട്ടിരുന്നു. എന്നാൽ ജസീറിൻ്റെ സ്വഭാവം പറ്റിയങ്ങ് മാറിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ കൂട്ടുകാരനും അതാ അങ്ങോട്ട് വരുന്നു. മോനെ, നീ ജസീറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവൻ എന്തിൻ്റെ കേടാ? അവൻ എന്നോടൊക്കെ വല്ലാതെ ചൂടാവുന്നുണ്ട്. ശരിക്കും അവനക്ക് എന്ത് ഭ്രാന്തുണ്ടോ? ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്. എന്താണ് അവനക്ക് പറ്റിയത്? എൻ്റെ പൊന്നാരുമ്മ, ജസീർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിചാരിച്ചത് നേടിയെടുക്കുന്ന ആളാണ്. ഓൻ്റെ മനസ്സിലിപ്പോൾ ഒരു പെണ്ണുണ്ട്. പെണ്ണോ? അതെ, ഒരു പെണ്ണ്. അവള് ജഡ്ജിയാവാൻ നിൽക്കുന്ന പെണ്ണാണ്. ജഡ്ജിയോ? എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ വക്കീലായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതുതന്നെ, അവളെ എങ്ങനെയെങ്കിലും കെട്ടണം എന്നാണ് അവൻ്റെ ചിന്ത. അവളെ കെട്ടിക്കൊണ്ടുവന്നിട്ടാണ് ബാക്കി പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉമ്മയുടെ മനസ്സിൽ എന്ത് തേങ്ങയാടാ നീ പറയുന്നത്? എന്തൊക്കെയാണ് അവൻ നിന്നോട് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. അത് പെണ്ണ് കാണാൻ എന്നെയാണ് പറഞ്ഞയച്ചത്, എന്നെയും എൻ്റെ ഉമ്മാനെയും. അതിന് തക്കതായ പാരിതോഷികങ്ങൾ തരുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ തന്നു. പിന്നെ അവളുടെ ഉമ്മാക്കും ഉപ്പാക്ക് വിളിച്ച് വലിയ ബിസിനസ്സുകാരാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ നിർത്തി. ശരിക്കും സഫീറിൻ്റെ ഉമ്മ അത് ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് നിങ്ങൾ നടത്തുന്നത് ഇവിടെ? പല രീതിയിലുള്ള വഞ്ചനകളും ചതികളൊക്കെ നടത്തുന്നുണ്ടല്ലേ ഉമ്മ? അതിനെന്താ, ഉമ്മക്ക് 2 മക്കളോട് 2 കണ്ണുകൊണ്ടല്ലേ നോട്ടം? അതെ, 2 പേരെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണണം എന്നല്ലേ? അതിൻ്റേതായ ക്രൂരകൃത്യങ്ങളൊക്കെ മക്കളിലുണ്ടാവും. അതിന് ഞാൻ എൻ്റെ ജസീറിനെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അത് തന്നെ പറഞ്ഞത്. സഫീറിനെ മറ്റൊരു കണ്ണുകൊണ്ടും ജസീറിനെ മറ്റൊരു കണ്ണുകൊണ്ടും അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടത്? അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 2 മക്കളിൽ നിന്നും 2 രീതിയിലുള്ള സ്വഭാവങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഉമ്മ ചോദിച്ചു, ആരാണത്? എന്തിനാണ് അവൻ ഇങ്ങനൊരു വിവാഹം ഇപ്പോൾ കഴിക്കാൻ നിൽക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ പൊന്നാര മോനോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി. എന്നാൽ ജസീർ അങ്ങോട്ട് കടന്നു വന്നു. എന്താ ഉമ്മ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ ഏത് പെണ്ണിനെ കെട്ടണം, എങ്ങനെ കെട്ടണം, എവിടെ വെച്ച് കെട്ടണമെന്ന് അത് ഞാൻ തീരുമാനിക്കും. അല്ലാതെ ഉമ്മയായ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. മനസ്സിലായല്ലോ? എടാ,
ജസീറെ, നാവടക്ക്. നീ ആരോടെ സംസാരിക്കണമെന്നുള്ള ഓർമ്മ ഉണ്ടാണോ ഉമ്മ? ഞാൻ ഒരുപാട് ആളുകളോട് അങ്ങ് സംസാരിച്ചതാണ്. എന്നെ ഉമ്മക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്താ. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, അത് നടത്തുന്നില്ല. ആരെങ്കിലും എതിരെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. എടാ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നിനക്ക് എന്തിൻ്റെ അസുഖ? നിനക്കെന്താ ഭ്രാന്താണോ? അത് റിസ്വാന വക്കീൽ, അവളെ ഞാൻ കെട്ടിക്കൊണ്ട് ഈ ഒരു തറവാട്ടിലേക്ക് കൊണ്ടുവരും. നോക്കിക്കോളെ, നീ ഇപ്പോൾ ഒരുത്തിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഓളോട് നല്ല രീതിയിൽ ജീവിച്ചോ? ഇല്ല. ഇനിയിപ്പോൾ ആരെ കെട്ടിക്കൊണ്ടുവരാൻ നിൽക്കുന്നത്? ആരും വേണ്ട, ഇവിടെ ഇങ്ങനെ തന്നെ മതി. അമ്മ, അതൊക്കെ എൻ്റെ ഇഷ്ടം. ഇവിടെ എന്ത് തീരുമാനിക്കണമെന്ന് ഞാൻ നടത്തുന്ന പോലെ ആയിരിക്കും. ജസീറെ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ നിമിഷം തന്നെ അത് ജസീർ ഉമ്മയുടെ നേർക്കെടുക്കുന്നു. ഉമ്മയുടെ നേരെ കൈ ഒങ്ങിക്കൊണ്ട്, എടാ, നീ എന്നെ തല്ലാൻ വരെ, തല്ലല്ല കൊല്ല് വരെ ചെയ്യും. എൻ്റെ ഇഷ്ടത്തിനെങ്ങാനും നിങ്ങൾ എതിര് നിന്നിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ ഞാൻ മടിക്കൂല. അടുക്കളയിൽ വല്ലാത്ത ഒച്ചപ്പാട് കേട്ട് അതാ ഉമ്മ, വലിയുമ്മ. എന്താ അവിടെ ഒച്ചപ്പാട്? എന്താണ് അവിടെ? ഓ എൻ്റെ റബ്ബേ, ഈ ചെക്കൻ വല്ലാത്തൊരു സാധനം തന്നെയാണ്. പെറ്റിപ്പോറ്റി ഇത്ര വലിപ്പാക്കിയിട്ട് നിങ്ങളെപ്പോഴും പെറ്റിപ്പോറ്റിയ കഥ അവിടെ പറയാറുണ്ട്. പെറ്റിപ്പോറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾ, പെറ്റിട്ടു അത് പറയാം. ബാക്കി പോറ്റാനൊക്കെ ഇവിടെ സെർവൻസ് ഉണ്ടായിരുന്നു. മര്യാദക്ക് മുലപ്പോലെ വരെ നിങ്ങൾ തന്നിട്ടില്ല. സൗന്ദര്യം നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച്. മോനെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, അങ്ങനെയല്ലേ? അങ്ങനെയാണ്, എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചില ഇഷ്ടങ്ങൾ ഈ വീട്ടിൽ നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജാമ്യത്തിന് വന്നതും. അതിനിടക്ക് ഞാൻ എൻ്റെ ആഗ്രഹിച്ച പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ട് വരും. അതെ, എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഉള്ള ആൾക്കാരൊന്നും കൊണ്ടുവരാൻ ഇവിടെ പറ്റൂല. അത് നിനക്ക് വേറെ നോക്കിക്കോ, അല്ലാതെ ഇവിടെ പറ്റൂല. എന്നാൽ പെട്ടെന്ന് ജസീറിന് ദേഷ്യം പിടിക്കുന്നു. എന്താ പറ്റൂലേ? പറ്റൂലേ എന്ന് പറഞ്ഞ ഉമ്മയുടെ നേർക്ക് അതാ അവൻ അടുക്കുന്നു. എന്താ ജസീർ, എനിക്ക് ഭ്രാന്തുണ്ടോ? വിട്ടു നിൽക്ക്. എന്താ ഇപ്പോൾ കൊത്തി കൊത്തി മുറത്ത് കയറി കത്താൻ തുടങ്ങിയോ? കൊത്തല്ല, നിങ്ങളെ തലയിൽ ഞാൻ കൊത്തും, നോക്കിക്കോളി. നിങ്ങളെന്താ പറഞ്ഞത്? റിസ്വാന വക്കീലിനെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ പറ്റൂലെന്നോ? നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഒരു പെണ്ണിനെ ശരിക്കും നോക്കാത്ത നിനക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ? വേണ്ടാത്ത പണിക്ക് നീ നിൽക്കണ്ട. അല്ലെങ്കിൽ നിന്റെ തലയിലൊരു കൂട്ടം കേസാണ്. അത് ഉമ്മ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓളെ അങ്ങ് സ്വന്തമാക്കിയിട്ട് ഞാൻ നിൽക്കുള്ളൂ. അതിപ്പോൾ ആരൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും ശരി, അതിനപ്പുറത്തേക്കായിട്ട് എന്നോടൊരു ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി മെതിച്ച് അവൻ ജസീറത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. റബ്ബേ, ഇന്നെ കൊല്ലാനും തല്ലാനും നടക്കണോനെ. അതെ, എന്താ റബ്ബേ ഇവന് ഇതിൻ്റെ കേട്? ഒരു നിമിഷം ആ ഉമ്മ മകനെ വിചാരിച്ചു. അത് സഫീർ. എത്രമാത്രം എന്നോട് താഴ്മയോട് സംസാരിച്ചിരുന്ന ആ ഒരു പൊന്നുമോൻ സഫീർ. അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, വല്ലാത്തൊരു പുതുമ തന്നെയാണ്. എൻ്റെ കുട്ടിയെ ഞാൻ ഒരുപാട് ആട്ടിവിട്ടു. എന്നോട് നല്ലത് മാത്രം സംസാരിച്ചിരുന്ന എൻ്റെ പൊന്നുമോനെ, ഓനോടുള്ള ദേഷ്യത്തിന് മറ്റവൻ്റെ വാക്കും കേട്ട് ഞാൻ അവനോട് മിണ്ടാനും പറയാനോ ഒന്നും പോയില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെയാണിത്. സഫീറിനെ കുറിച്ച് ആലോചിച്ച് ഉമ്മ കരഞ്ഞു. പക്ഷേ സഫീറിന് വിളിക്കാൻ പറ്റില്ലല്ലോ. അഥവാ അമ്മയെ വിളിച്ചാൽ തന്നെ ഉമ്മ ഫോൺ കട്ട് ചെയ്യും. അതുകൊണ്ട് വിളിക്കാറുമില്ല. എന്നാൽ തൻ്റെ മകൻ ജസീർ വരുന്നത് വളരെയധികം ഭയത്തോടു കൂടിയാണ് ആ ഉമ്മ നോക്കുന്നത്. കാരണം വന്നാൽ തന്നെ കൊല്ലാൻ തക്കത്ത് വേണം തൻ്റെ നേർക്കെടുക്കണേ. എന്തൊക്കെ ചെക്കന് ഭ്രാന്തുണ്ടോ? ഓനവിടെ ജയിലിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ജസീർ അങ്ങോട്ട് വന്നു. എന്താ എന്നെങ്ങനെ നോക്കി പേടിപ്പിച്ച് നിൽക്കുന്നത്? എന്താ ജസീർ നിനക്ക്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിൻ്റെ സ്വഭാവം. നീ എന്താ മയക്കുമരുന്ന് ഉപയോഗിച്ചോ? അതെ, ഞാൻ ഇഞ്ചക്ഷൻ കുത്തി കയറ്റി. എന്താ നിങ്ങൾക്ക്? എന്നാലേ വിട്ട് നിൽക്ക്, അല്ലെങ്കിൽ പുറത്ത് പോ. അല്ലാതെ ഈ ഒരു സ്മെല്ലോട് ഇങ്ങോട്ട് അകത്ത് കയറി വരല്ലേ. എന്താ തള്ളേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആ ഉമ്മയുടെ കഴുത്തിന് നേരേക്ക് അവൻ്റെ കൈകൾ എത്തുന്നു. ജസീറേ, അടങ്ങി നിൽക്ക്. അതിൻ്റെ റബ്ബേ, ചെക്കനെ പിരാന്ത റബ്ബേ. പഠിച്ചവനെ ആരെങ്കിലും ഇതൊന്ന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടേക്കാണേ. അത് ജസീർ അത്യധികം മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉമ്മയുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ജസീർ അവിടെ തന്നെ അങ്ങ് കിടന്നു. സമയം രാത്രിയാകുന്നു. വളരെയധികം ഭയമായി തുടങ്ങി ഉമ്മാക്ക്. അതെ, ഇത്രയധികം ദുസ്വഭാവങ്ങളുള്ള ദുശ്ശീലങ്ങൾ വളർത്തിയെടുത്ത അവനൊരിക്കൽ പോലും ജാമ്യം കിട്ടരുതായിരുന്നു. അവൻ പറ്റ മോശമാണ്. എന്നാൽ ആ രാത്രിയിൽ ആ ഉമ്മാക്ക് ഭയം തോന്നി. അതെ, ജസീറുള്ള വീട്ടിൽ നിൽക്കാൻ.
ശരിക്കും ജസീറിൻ്റെ കാര്യത്തിൽ പേടിയുണ്ട്. അവൻ ഒരു മനുഷ്യനല്ല, മനുഷ്യമൃഗമായി മാറിയിരിക്കുന്നു. അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. അത് അവൻക്ക് ആരൊക്കെ കെട്ടണം, കൊണ്ടുവരണം, അത് ഈ വീട്ടിലേക്ക് എന്തൊക്കെയാണ് അവൻ പറയുന്നത്. ഞാനായിട്ട് അത് സമ്മതിക്കില്ല എന്നും. എന്നാൽ ജസീർ അത്യധികം മയക്കുമരുന്നിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ആ രാത്രിയിൽ ഉമ്മാക്ക് ഭയം തോന്നി. എവിടെയടി ഫുഡ്? അത് അവൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. എന്താ നീ പറഞ്ഞത്? എടച്ചക്ക, എൻ്റെ മുമ്പിൽ നീ നിൻ്റെ അഭ്യാസം എടുക്കാൻ നിൽക്കണ്ടോ? ഞാൻ നിന്നങ്ങ് എന്നോട് പറയിപ്പിക്കണ്ട ഉമ്മ. കുറേ ആൾക്കാരെ കൊല്ലാനും കുറേ ആൾക്കാരെ ഇല്ലാതാക്കാനും ഉമ്മാക്ക് കഴിയും. പക്ഷേ എന്നെ തൊട്ട് പോവരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതെ, നിങ്ങൾ എന്നെ, ഞാൻ ഇഷ്ടപ്പെട്ടതിനെല്ലാം നശിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ പകയിൽ നിന്നാണ് എനിക്കെല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ നിങ്ങളെനിക്ക് സമ്മതം തരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരാനുള്ളത് തരാം. അത് കാത്തിരുന്നോ. ജസീറെ, നാവടക്ക്. നിൻ്റെ നാവ് ഞാൻ അരിഞ്ഞു തള്ളും, നോക്കിക്കോ. തള്ളേ, എന്നെ കൂടുതൽ പറയിപ്പിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലിരുന്ന ആ ഒരു ഭക്ഷണ പാത്രമെടുത്ത് അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ ഉമ്മക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എടാ ചെകുത്താൻ, ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. നിന്നോടാരും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ പറഞ്ഞ് ഇറങ്ങിപ്പോടാ. എൻ്റെ അനിയൻ സഫീറിനെ നിങ്ങളായിട്ട് പറഞ്ഞു വിട്ടു അല്ലേ? ഇനി ഞാനും കൂടെ ഇറങ്ങി തിന്നിട്ട് എന്തിനാ നിങ്ങൾക്ക്? അതെ, എൻ്റെ ഉമ്മയാണെന്നോ തള്ളയാണെന്നോ ഞാൻ നോക്കില്ല. എൻ്റെ മുമ്പിൽ നിങ്ങളൊരു പെണ്ണ് മാത്രമാണ്. അതിനപ്പുറത്തേക്കായിട്ട് നിങ്ങളെനിക്ക് ഒന്നുമല്ല. ശരിക്കും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ ഉമ്മയുടെ മനസ്സൊന്ന് ഭയന്നു. കാരണം അവൻ മയക്കുമരുന്നിൻ്റെ അടിമയായിട്ട് ഇരിക്കുകയാണ്, ഒന്നിനും മടിക്കാതെ. എന്നാൽ ഭയത്തോടെ അവർ നിൽക്കുമ്പോൾ അവരുടെ നേർക്ക് അതാ അവൻ്റെ കൈകളങ്ങനെ നീളുന്നു. ജസീറെ, വിട്ടു പോകാനാ പറഞ്ഞത്. എൻ്റെ കൺമുമ്പിൽ നിന്ന് വിട്ടുപോ. നീ എന്താ എൻ്റെ അടുത്തേക്ക് പോ? ഞാൻ നിൻ്റെ ആരാടി? നിങ്ങളെൻ്റെ പെണ്ണ്, അല്ലാതെന്താ? അതെ, അനാവശ്യം പറയരുത് ചെക്ക, വിട്ടുപോ എൻ്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞ് ശക്തമായ രീതിയിൽ അവർ എന്തോ കൈകൾ എടുത്തിട്ട് അവനെ അടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജസീർ പറഞ്ഞു, അതെ, നിങ്ങളുണ്ടല്ലോ, എനിക്ക് നിങ്ങളെൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ്. പക്ഷെ അപ്പോഴേക്കും അവർ റൂമിൽ കയറി വാതിലടച്ചു. എന്നാൽ പിന്നാലെ ജസീറും അതാ വരുന്നു. തുറക്കടി, വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. അത് തൻ്റെ മകൻ ഒരിക്കലും തൻ്റെ മകനല്ല. അവൻ മയക്കുമരുന്നിൽപ്പെട്ട് അവൻ മറ്റൊരാളായി മാറിയിരിക്കുന്നു. അത്രയധികം ജസീറിനെ താലോലിച്ച് പോറ്റിയ ആ ഉമ്മയുടെ നേർക്കാണ് അവനിപ്പോൾ വന്നിട്ടുള്ളത്. വേണ്ടാത്ത പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. അവൻ്റെ ഭാഗം ഞാൻ നിന്നു കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ എന്നെ ഉപദ്രവിക്കേണ്ട അവസ്ഥ. ഭയന്ന് വിറച്ചുകൊണ്ട് ജസീറിൻ്റെ ഉമ്മ വാതിൽ കുറ്റിയിട്ടു. വാതിലെ ശക്തമായി ചവിട്ടുന്നുണ്ട്. എന്നാൽ എന്ത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ അവർ പേടിച്ചു വിറച്ച് അതാ അകത്തേക്ക് പോവുകയാണ്. തന്നെ ഉപദ്രവിക്കാൻ തൻ്റെ മകൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അതെ, ഇവൻ്റെ മുമ്പിൽ രക്ഷയില്ല. ഇങ്ങനെയുള്ള മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? ഒരു നിമിഷം ആ ഉമ്മ സഫീറിനെ ഓർത്തു. പാവൻ്റെ മോനെ, എൻ്റെ മോൻ എത്രമാത്രം സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. പക്ഷേ എൻ്റെ മോൻ്റെ സ്നേഹം കാണാതെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുന്നു. എന്നാൽ അതിനിടയിലും ശക്തമായി വാതിൽ മുട്ടുന്നുണ്ട്. തുറക്കാനാ പറഞ്ഞത്, ചവിട്ടി ഞാൻ പൊളിക്കും. ജസീറെ, വിട്ടുപോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ, നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഉമ്മ ആ റൂമിൽ നിന്നും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജസീറിൻ്റെ തനിനിറം ഉമ്മ അറിയുന്നു. അതെ, താൻ ഏറെ താലോലിച്ച മോനാണ് ജസീർ. പക്ഷേ അവൻ്റെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറി മറിഞ്ഞ് അവൻ ഇങ്ങനെയായി തീർന്നിരിക്കുന്നു. ശരിക്കും ആ ഉമ്മാക്ക് ഭയം തോന്നി. അതെ, എത്രയോ കേട്ടിട്ടുണ്ട് മയക്കുമരുന്നിനെ അടിമപ്പെട്ട് സ്വന്തം ഉമ്മ ഏതാണെന്നോ പെങ്ങളാണെന്നോ തിരിച്ചറിയാൻ കഴിയാതെ ഒരു 21 വയസ്സുകാരൻ അത്യധികം വിഷമത്തോടെ അവരുടെ ഉമ്മ വന്ന് പറയുന്ന കാര്യങ്ങൾ. അതെ, ഇത് അതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഉമ്മയാണെന്ന് തിരിച്ചറിയുന്ന പോലുമില്ല. സത്യം പറഞ്ഞാൽ ഇവൻ്റെ മുമ്പിൽ വാതിൽ തുറന്നിടാനും പേടിയാണ്. ഭയത്തോടെയാണ് അവരെന്ന് അവിടെ കഴിഞ്ഞത്. ഉമ്മ സഫീറിനെ കുറിച്ച് ഓർത്തു. മോനെ സഫീറെ, മനകുട്ടി. എന്നാൽ ജസീറിൻ്റെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറുന്നത് ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടില്ല.
എന്തൊക്കെ തന്നെയായാലും ഉമ്മയുടെ പുന്നാര മോൻ അതാ ജസീർ ഇപ്പോൾ ഉമ്മയുടെ നേർക്കാണ് എടുക്കുന്നത്. മകനെ ഭയന്ന് ജീവിക്കുകയാണ് അവർ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായി തീരും ജസീറിൻ്റെ കൂമ്പൊടിയുമോ നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.